ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഒടിയൻ വീണ്ടും വരുന്നു. ഇക്കുറി പൃഥ്വിരാജാണ് ഒടിയനായി വരാൻ പോകുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. അതെ, നമുക്കറിയാം, ഇതിനു മുമ്പ് ഇറങ്ങിയ ഭ്രമയുഗം എന്ന ഒറ്റ ചിത്രം മതി, അല്ലെങ്കിൽ ഡൈസിറ എന്ന ചിത്രം മതി. എന്തായിരിക്കും സിനിമയുടെ ക്ലാസ് എന്ന് ഇന്നേ നമ്മളെ ആഗ്രഹിപ്പിക്കാനും ചൊടിപ്പിക്കാനും ഇഷ്ടപ്പെടുത്താനും ആ ഒരൊറ്റ കാര്യം തന്നെ മതി. അപ്പോൾ ഒടിയൻ 2018 ഇറങ്ങിയപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിൻ്റെ ആ ഒരു സിനിമ നമ്മളേവരും സ്വപ്നം കണ്ട ചിത്രമായിരുന്നു. നമ്മളെയൊക്കെ കഥകളിൽ, കുഞ്ഞുനാളിൽ കേട്ട കഥകളിലുള്ള ആ ഒടിയനെ കാണാൻ നമ്മൾ കാത്തിരുന്നപ്പോൾ നിരാശയാണ് ഉണ്ടായത്. പക്ഷേ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു പേര് ആൻ്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മോഹൻലാൽ ടീം വിട്ടുകൊടുത്തിരിക്കുന്നു ഒടിയൻ എന്നുള്ള ചിത്രം ഇറക്കാൻ വേണ്ടി. എന്താണേലും ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ഒരു പോസ്റ്റർ ത്രസിപ്പിക്കാൻ, അപ്പോൾ ആ കാത്തിരിക്കാം ഒടിയന് വേണ്ടി. എന്താണെങ്കിലും ഇക്കുറി ഒടിയൻ്റെ കഥ നമ്മൾക്ക് കൊച്ചിലെ മുതൽ ആഗ്രഹിച്ചിരുന്ന, കേട്ടിരുന്ന ആ ഒരു കഥ തന്നെ വരാൻ പോകുന്നു. എന്താണേലും കാത്തിരിക്കുകയാണ്. ഈ ഒരു ടീമിൽ നിന്ന് ഒരു അടുത്ത പടം വരുമ്പോൾ ഇത് കഴിഞ്ഞ 2 സിനിമകളുടെയും ഒപ്പം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒറ്റ പേര്, രാഹുൽ സദാശിവൻ എന്നുള്ള അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറിൻ്റെ പേര് തന്നെ. അപ്പോൾ കാത്തിരിക്കുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അടുത്ത സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൃശ്യം 3ക്ക് ശേഷം മോഹൻലാലിൻ്റെ അടുത്ത സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതിമനോഹരം എന്ന പേരിട്ട ചിത്രത്തിൻ്റെ ഷെഡ്യൂൾ ബ്രേക്ക് വരാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 18-ന്, അതായത് കൃത്യം 2 ദിനങ്ങൾ കഴിഞ്ഞാൽ ഷെഡ്യൂൾ ബ്രേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. 92 ദിവസത്തെ ഷൂട്ടിംഗ് സിനിമയുടെ ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബജറ്റ് ആണ് ഈ ഒരു സിനിമ എത്തുന്നത്. അടുത്ത ഷെഡ്യൂൾ ബോംബെയിലാണ് അല്ലെങ്കിൽ മുംബൈയിലാണ് എന്നുള്ളതാണ്. ജൂലൈ 31 സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും 240 കോടിക്കടുത്തേക്ക് എത്തുകയാണ് ദൃശ്യം 3. അതിന് തൊട്ട് പിന്നാലെ അടുത്ത ഗംഭീര ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതൊരു ബ്രഹ്മാണ്ഡ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ്. കാത്തിരിക്കാം അടുത്ത സിനിമയുടെ. ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് ദുൽഖറിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഐ ആം ഗെയിം ഇതാ എത്താൻ പോവുകയാണ്. ഓണം ലക്ഷ്യമാക്കി ഈ ഒരു സിനിമ വരുമ്പോൾ ഇപ്പോൾ തന്നെ തിയേറ്ററുകളെല്ലാം ചാർട്ടിംഗ് തുടങ്ങിയിരിക്കുക തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള ബിഗ് ബജറ്റിൽ വരുന്ന മറ്റൊരു ചിത്രമാണ്. ഏറെ നാളുകൾക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് എത്തുകയാണ്. ഇക്കുറി ഓണത്തിന് അതങ്ങ് തൂക്കും, ബോക്സ് ഓഫീസിനെ കത്തിക്കും. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാകുമെന്നും ഉറപ്പിച്ച് തന്നെയാണ് ഐ ആം ഗെയിമിൻ്റെ വരവ്. തൃശ്ശൂർ രാഗം പോലെയുള്ള വമ്പൻ തിയേറ്ററുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമയുടേതായിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഷെയർ ചെയ്ത, അല്ലെങ്കിൽ ദുൽഖർ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്ററാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കാത്തിരിക്കാം. ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ്സ് പറയാം. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഓരോ മലയാളിക്കും അറിയാവുന്ന വാക്ക്. അത് മോഹൻലാൽ, ലാലേട്ടൻ നമ്മളിലേക്ക് എത്തിച്ചതാണ്. അത് ഇക്കുറി ഓപ്പറേഷൻ തൂഫാനിലൂടെ മോഹൻലാൽ കൈകോർക്കുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റുകളിൽ വരുന്നത്. കേരള സർക്കാരുമായി ഒന്നിച്ച് മോഹൻലാൽ ഇറങ്ങുമ്പോൾ ഇതിൽ കൂടുതൽ ഒരു പരസ്യം വേണ്ട. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി. മമ്മൂട്ടിയും ധനുഷും ഒരുമിക്കുന്ന D55ൻ്റെ ഗംഭീര അപ്ഡേറ്റ് ആണ് 18-ാം തീയതി വരാൻ പോകുന്നതെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ടൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് ആയിരിക്കാം എന്ന് തന്നെ പറയുന്നു. ഒരു മലയാളി നടന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിലാണ് മമ്മൂട്ടി നിൽക്കുന്നത് ഈ ഒരു സിനിമയിലൂടെ. 35 കോടി പറഞ്ഞുവെങ്കിലും മമ്മൂട്ടി അത് വെട്ടി 24 കോടി മതി എന്നുള്ള ആ ഒരു ചർച്ചകൾ അല്ലെങ്കിൽ വാക്കുകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. D55ൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക തന്നെയാണ്. അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടതോളം മമ്മൂട്ടി ഇതിൽ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ റോൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും സിനിമ വരുമ്പോൾ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ധനുഷിൻ്റെ ഏറെ നാളിന് ശേഷമുള്ള ഒരു വമ്പൻ വിജയത്തിന് വേണ്ടി, തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്താണേലും ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. അമരൻ എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ പ്രത്യേകിച്ച് മമ്മൂട്ടി കൂടി ഉണ്ടാകുമ്പോൾ അത് കലക്കും. മമ്മൂട്ടിക്ക് തമിഴിൽ വമ്പൻ ആരാധകരുള്ളതാണ്. മമ്മൂട്ടിയുടെ ഒട്ടുമിക്ക തമിഴ് സിനിമകളും സൂപ്പർ ഹിറ്റുമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ് കൂടുതൽ വാർത്തകളുമായി വരാം.